മക്കളെ, നമ്മൾ പഠിക്കാൻ പോകുന്നത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കണ്ട, ഒരു കഥ പറയാം. രണ്ട് വ്യക്തികളാണ്, ഒന്ന് ബ്രോ, പിന്നെ ആരാണ്, സഹോ. ഒരു സിമ്പിൾ സ്റ്റോറി പറയാം. ഹിയർ ഈസ് എ സിമ്പിൾ സ്റ്റോറി that will help us to understand what is bill of exchange. അപ്പോൾ എന്താണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണ്, ഒരു സ്റ്റോറിയാണ്. ബ്രോ ഒരു അപ്കമിങ് ബിസിനസ് മാനാണ്. ഹാവ് എ പ്ലാൻ ടു സ്റ്റാർട്ട് എ ഫർണിച്ചർ ഷോപ്പ് ബിസിനസ്. വൺ ഡേ മിസ്റ്റർ ബ്രോ വെൻ ടു എ ഫർണിച്ചർ ഷോപ്പിൽ പോയി. അതാരുടെ ഓണർഷിപ്പിലുള്ളതാ? സഹോ. ഹി വോണ്ട് ടു ബൈ സം ചെയർ. അയാൾക്ക് കുറച്ച് ചെയർ എന്ത് ചെയ്യണം, അയാളെ നിന്ന് മേടിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ ഐ വുഡ് ലൈക്ക് ടു ബൈ 100 ചെയർ, വാട്ട് ഇറ്റ്സ് കോസ്റ്റ് ചോദിച്ചു പോവാം. അപ്പോൾ ആൻസർ എന്താ അയാൾ പറയുന്നത്? 25,000 റുപ്യ. ദ കോസ്റ്റ് വുഡ് ബി 25,000. പിന്നെ ഒരു പ്രശ്നം പറയുന്നുണ്ട് ആര്? ബ്രോ. തെറ്റരുത്, ഓക്കെ അല്ലേ? ബ്രോയാണ് ആര്? പർച്ചേസ് ചെയ്യാൻ പോകുന്ന ആൾ. സെല്ലറാണ് ആര്? സഹോ. സർ, ബ്രോ പറയാണ്, ഐ ഡോണ്ട് ഹാവ് 25,000 റൈറ്റ് നൗ, സോ വിൽ യു ഗിവ് ദ ചെയർ ഓൺ ക്രെഡിറ്റ്? കടത്തിന് തരുമോ? ഐ വോണ്ട് എ ടൈം പീരീഡ് ഓഫ് 2 months ടു പേ. 2 മാസത്തെ ഗ്യാപ്പ് എനിക്ക് എന്ത് ചെയ്യണം, തരണം. ഐ വോണ്ട് എ ടൈം പീരീഡ് ഓഫ് 2 months ടു പേ. ടുഡേ ഈസ് 14th April ആണ് 2019. ഐ വിൽ റീപേ ദ എമൗണ്ട് ഓൺ 1st June 2019. അത് ഏപ്രിൽ കഴിഞ്ഞ് ഏപ്രിൽ, മെയ്, ജൂൺ 1st കൊടുക്കണം. ഓക്കെ ആണോ? യാ. വെൽ, ഐ ഡോണ്ട് നീഡ് മണി ഇമ്മീഡിയറ്റ്ലി, ബട്ട് ഹൗ ഐ ക്യാൻ ട്രസ്റ്റ് യു? അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാക്കാണെന്ത്? ട്രസ്റ്റ്. ദാറ്റ് യു വിൽ പേ ഇറ്റ് ഓൺ. ആ ജൂണിൽ തന്നെ തരുന്ന എന്താ അത്ര ഉറപ്പ്? ഐ നീഡ് സം സെക്യൂരിറ്റീസ്. അപ്പോൾ യെസ്, ഐ വിൽ ഗിവ് യു ഇൻ റൈറ്റിംഗ്. ഞാൻ എഴുതി തരാം. ദാറ്റ് ഐ വിൽ ഡെഫിനറ്റ്ലി റീപേ വിത്തിൻ 2 months. 2 മാസത്തിനുള്ളിൽ തരാമെന്ന് ഞാൻ എഴുതി തരാം. യു ക്യാൻ ട്രീറ്റ് ഇറ്റ് ആസ് എ ലീഗൽ ഡോക്യുമെൻറ്റ് ആൻഡ് ടേക്ക് ആക്ഷൻ ഇഫ് ഐ ഡോണ്ട് റീപേ ദ എമൗണ്ട്. ആ പൈസ തിരിച്ചൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് എനിക്കെതിരെ എന്ത് ചെയ്യാം? ലീഗലി മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ പറഞ്ഞു, ബ്രോ, റൈറ്റ് നൗ യു ആർ മേക്കിംഗ് എ റിക്വസ്റ്റ്. ലേറ്റർ ഐ വിൽ ഹാവ് ടു ബെഗ് ഫോർ മൈ മണി. അല്ലേ, നമ്മൾ പല ആളുകളുടെ അവസ്ഥകളാണല്ലോ. നിങ്ങളിപ്പോൾ വലുതാവുന്നേ ഉള്ളൂ. നിങ്ങളുടെ അടുത്ത് ഫണ്ടൊക്കെ എത്തി ഓരോരുത്തരടുത്ത് കൊടുത്താൽ എന്ത് ചെയ്യും? ഓക്കെ, ഇപ്പോൾ നമുക്ക് വല്ല ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ പേയ്മെൻറ്റ് തരാണ്ടാവും. അപ്പോൾ അവരോട് നമ്മൾ വിളിക്കും, മെസ്സേജ് ചെയ്യും, എന്താ സാറേ എന്തെങ്കിലും ഉണ്ടോ ഫണ്ട്? ഓക്കെ അല്ലേ? ഇപ്പോൾ കടം ചോദിക്കണത്, സാറേ ഒരു 5,000 റുപ്യ ഉണ്ടാ തരാൻ. ടോൺ കേട്ടില്ലേ? നമ്മൾ ക്ലാസ് എടുത്ത പൈസയാണ്. ഓക്കെ അല്ലേ? ചോദിക്കുന്നത് എങ്ങനെയാണ്? സാറേ. അപ്പോൾ പറയും, ഇല്ല സാറേ, ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് നോക്കാം. കടം ചോദിച്ചാലുള്ള ഒരു ഇതുണ്ടല്ലോ, മിണ്ടാരിയടാ. Then, oh no, you can order me to pay after 2 months by preparing a bill of exchange. ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് കേട്ടപ്പോൾ സാഹു എന്ത് ചെയ്ത്? തളർന്നു. ഓക്കെ അല്ലേ? ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് കേട്ടപ്പോൾ ആർക്ക് കോൺഫിഡൻസ് വന്നു? സാഹുക്ക് കോൺഫിഡൻസ് വന്നു. ഓക്കെ, ഐ വിൽ അഗ്രി ടു ഗിവ് ദ ചെയർ ഓൺ ക്രെഡിറ്റ്. അപ്പോൾ ഒരു ബില്ല് എഴുതി തരാമെന്നാണ് പറയുന്നത്. ശ്രദ്ധിച്ചോ, സഹോ ടുക്ക് എ ബ്ലാങ്ക് പേപ്പർ. ആരെടുക്കുന്നത്? സഹോ. അപ്പോൾ ബില്ല് എഴുതുന്നത് ആരല്ല? പർച്ചേസർ അല്ല. ആരാ? സെല്ലറാണ്. ആരാ? സെല്ലർ. സെയിൽ ചെയ്യുന്ന ആളാണ് ബില്ല് എഴുതുന്നത്. മനസ്സിലായി? പുറിഞ്ചിതാ? ഓക്കെ, അതാണ്. എന്താ സെയിൽ ചെയ്യുന്ന ആൾക്ക് ഇതിലേറ്റവും കൂടുതൽ താല്പര്യം ആർക്കാം? പൈസ കിട്ടണമെന്ന് നിർബന്ധ ബുദ്ധിയുള്ളത് ആർക്കാണ്? സെല്ലർക്കല്ലേ? In our example, Saho is the seller. Okay, bro
എഗ്രീഡ് വിത്ത് ദ ബിൽ പ്രിപ്പയർഡ് ബൈ സഹോ. സഹോ ഉണ്ടാക്കിയ ബില്ല് ഒരു പുട്ടിങ് സിഗ്നേച്ചർ സൈൻ ചെയ്തിട്ട് എന്ത് ചെയ്ത് അയാൾ എന്ത് ചെയ്ത് എഗ്രി ചെയ്ത്. ഓക്കെ അല്ലേ? അപ്പോൾ ആരാ പ്രിപ്പയർ ചെയ്തത്? സഹോ. ആരാണ് ബില്ലിൽ സൈൻ ചെയ്ത്? ബ്രോ സൈൻ ചെയ്തതിന് നമ്മൾ അക്സെപ്റ്റ് ചെയ്തതെന്ന് പറയും. എന്ത് ചെയ്തു? ആക്സെപ്റ്റ് ചെയ്തു. അപ്പം ബില്ല് ഉണ്ടാക്കുന്ന ആളാരാ? സെല്ലറാണ്. ഇവിടുത്തെ എക്സാമ്പിളിൽ ആരാണ്? സഹോയാണ്. സഹോനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഡ്രോവർ എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? ഡ്രോവർ. സ്വാഭാവികമായിട്ടും ബ്രോ ആരായിരിക്കും? ഡ്രോവി. അപ്പം രണ്ട് പാർട്ടികളാണ് ഇവിടെ ഉള്ളത്. ആരാ? ഡ്രോവറുണ്ട്, ഡ്രോവി ഉണ്ട്. രണ്ട് പാർട്ടീസ്. ഓക്കെ അല്ലേ? യെസ്. ഇതാണ് ആ ബില്ല്. നാം ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന ബില്ല്. ബില്ല് പ്രിപ്പയർ ചെയ്താരാ? സെല്ലർ സാഹോ. നോക്കി നോക്കൂ, ഇവിടെ 25,000 റുപ്യാണ് അല്ലേ? പിന്നെന്താ പറഞ്ഞുള്ളത്? 2 months ആഫ്റ്റർ ഡേറ്റ് പേ ടു മിസ്റ്റർ സാഹോ. ഇതാരാ ഉണ്ടാക്കുന്നത്? സാഹോ ഉണ്ടാക്കുന്നത്. ഓക്കെ അല്ലേ? പക്ഷെ ഇത് ആരാണ് എന്ത് ചെയ്യേണ്ടത്? ആരുടെ ആംഗിളിലാണ് അത് പറയേണ്ടത്? ബ്രോയുടെ ആംഗിൾ. കാരണം ബ്രോയാണല്ലോ പേ ചെയ്യാന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? എഴുതുന്നതൊക്കെ ആരാ? സാഹോ ആണ്, ഡ്രോവറാണ്. പക്ഷെ ഇത് പേയ്മെൻറ്റ് നടത്തേണ്ടത് ആരാണ്? ഡ്രോയാണ്. സാഹോ ഓർ മൈ ഓർഡർ ദ സം 25,000 ഓൺലി ഫോർ വാല്യൂ റിസീവ്ഡ്. നോക്ക്, ടു മിസ്റ്റർ സാഹോ ആണ് ഓർ മൈ ഓർഡർ. അതിനൊരു പോയിൻ്റ് ഉണ്ട്. ആരുടെ ഓർഡർ? സഹോയുടെ ഓർഡർ പ്രകാരം ചിലപ്പോൾ ആർക്ക് കൊടുക്കേണ്ടി വരും? വേറെ ആർക്കെങ്കിലും കൊടുക്കേണ്ടി വരും. അങ്ങനെ പറഞ്ഞാലേ സഹോക്ക് പൈസ കിട്ടാല്ലേ ബ്രോയുടെ നിന്ന്. ബ്രോനെ വിളിച്ച് വേണമെങ്കിൽ പറയാൻ എന്ത് ചെയ്യാം? എനിക്ക് പൈസ തരുന്നതിന് പകരം വേറെ ആൾക്ക് പൈസ കൊടുത്താൽ മതി. പറഞ്ഞൂടെ? അങ്ങനെ പറഞ്ഞൂടെ? എനിക്ക് അങ്ങനെ പറഞ്ഞൂടെ? എനിക്ക് 5,000 റുപ്യ ഒരാൾ തരാനുള്ളത്, ഷാവുൽ സാർക്ക് 20,000 റുപ്യ തരാണ്ട് പേയ്മെൻറ്റ്. അപ്പോൾ ഞാൻ ഷാവുൽ സാറെ വിളിച്ചിട്ട് പറയണത്, സാർ ആ പേയ്മെൻറ്റ് എന്ത് ചെയ്തോ? വേറെ ആൾക്ക് കൊടുത്തോ? ഞാൻ പൈസ കൊടുക്കാനുള്ള ആൾക്ക് കൊടുത്തൂടെ? അങ്ങനെ ഈ ബില്ലിന് പലതരത്തിലുള്ള എന്തുണ്ട്? ട്രാൻസ്ഫറബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് ബില്ലിനൊരു പ്രത്യേകത ഉണ്ട്. ഇറ്റ് ഈസ് എ ഫ്രീലി ട്രാൻസ്ഫറബിളാണ്. ഓക്കെ അല്ലേ? ഇതിങ്ങനെ കൈമാറി പോകും. അവിടെയാണ് നമുക്ക് ഈ പ്രോബ്ലത്തിൽ ഭയങ്കര ട്വിസ്റ്റ് വരിക. ഓക്കെ അല്ലേ? നമ്മൾ ബില്ല് ആരുടെ കയ്യിൽ തന്നെ ഹോൾഡ് ചെയ്യില്ല. ഈ ബില്ല് ആരുടെ കയ്യിലാണ് ഉണ്ടാവുക? ഡ്രോവറുടെ കയ്യിലല്ലേ? സഹോയുടെ കയ്യിലല്ലേ? ബില്ല് സൈൻ ചെയ്തില്ലേ? എന്നിട്ടൊരു കാര്യമുണ്ട്. ഹലോ, PDF അയച്ചിട്ടുണ്ട്. ഞാൻ വിളിച്ച നമ്പറിലേക്ക് PDF അയച്ചിട്ടുണ്ടല്ലോ. ആ, അയക്കാം. ഈ നമ്പറല്ലേ? ഇപ്പം എൻ്റെ കയ്യിലുണ്ട് ഈ നമ്പർ. ഇതല്ലാത്തപ്പോൾ ഒന്ന് എനിക്കതിനൊരു ഹായ് അയക്കാൻ പറ്റും. ഞാൻ ക്ലാസ്സിലായിരുന്നു. ശരി. ഓക്കെ. അപ്പം നമ്മൾ പറഞ്ഞെന്താ? എവിടെ പറഞ്ഞു നിർത്തിയ? ബില്ല് ആരുടെ കയ്യില്ല? ബില്ല് ആരുടെ കയ്യിലല്ല, ഡ്രോയുടെ കയ്യിലല്ല. സൈൻ ചെയ്തിട്ട് ബില്ല് തിരിച്ച് ആരെടുത്ത് വെക്കും? അല്ലേ? ബില്ലിൻ്റെ പ്രൂഫ് ഒറിജിനൽ സാധനം ആരെടുത്ത് വേണം? ഡ്രോവർ എടുത്ത് വേണ്ടേ? അല്ലാതെ പറ്റില്ലല്ലോ. അപ്പോൾ ബില്ല് പ്രൈമറി ഹോൾഡ് ചെയ്യാരാ? ഡ്രോവറാ. പിന്നെ ഒരു കോപ്പി ആരെടുത്ത് വെക്കാം? ഓക്കെ അല്ലേ? ഒറിജിനൽ ആരെടുത്തേ പറ്റുള്ളൂ? ഡ്രോവറുടെ എഴുതാം, സഹോയുടെ എഴുത്ത്. ഓക്കെ അല്ലേ? പിന്നെ പറഞ്ഞിട്ടുണ്ട് മിസ്റ്റർ ഏതാണ്? ബ്രോ അക്സെപ്റ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ? സഹോ. അപ്പോൾ ഇതിനെങ്ങനെ ലീഗൽ വാലിഡിറ്റി വരിക എന്നുള്ള അടുത്തൊരു ചോദ്യമല്ലേ? അല്ലേ? എങ്ങനെ വരുന്നുണ്ടാവുക ലീഗൽ വാലിഡിറ്റി? പറയൂ. അവിടെ കണ്ട നിങ്ങളൊരു കോപ്പി ഇട്ട് കണ്ടില്ലേ? ഒരു സ്റ്റാമ്പ് കണ്ട? സ്റ്റാമ്പ് അതന്നെയാണ് അതിൻ്റെ ലീഗൽ വാലിഡിറ്റി. ഒന്നിരിക്കും എങ്ങനെ ചെയ്യുക? അല്ലെങ്കിൽ എന്ത് ചെയ്യുക? സ്റ്റാമ്പ് പേപ്പർ ഇല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ സ്റ്റാമ്പ് പേപ്പർ? ആധാരമൊക്കെ എന്ന് അതിലെഴുതിയാലും മതി. ഓക്കെ അല്ലേ? മനസ്സിലായോ? അങ്ങനെ 2 ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ആപ്ലിക്കേഷനൊക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു വൈറ്റ് പേപ്പറിൽ എഴുതിയിട്ട് ഇങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് 10 റുപ്യയുടെ സ്റ്റാമ്പ് പേപ്പർ മേടിച്ചിട്ട് അതിലും എന്ത് ചെയ്യാം? എഴുതാം. അങ്ങനെയൊക്കെ സിസ്റ്റം. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് ലീഗലി എന്തായി? ആര് കുറച്ച് ലോക്കാവും? ബ്രോ അല്ലേ? ബ്രോ ലോക്കാവുന്നത് കൊണ്ട് എന്ത് ചെയ്യും? അത് സെറ്റാവും. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ ഇവിടെ പറഞ്ഞു, ചോദിച്ചു. അല്ല, നിനക്കൊരു ബില്ലുണ്ടാക്കുക, എന്നിട്ട് ഇന്നാൾ തരാമെന്ന് പറയാം. അപ്പോൾ അയാളുടെ സിഗ്നേച്ചർ എന്താ ചെയ്യാനുള്ള?
പറ്റും പറ്റും പറ്റും. അതിന് സോളിഡ് എവിഡൻസ് ഒക്കെ വേണ്ട. ഒപ്പൊക്കെ ഇട്ടിട്ട് കാര്യമില്ലോ. ഈ എൻ്റെ കൈ കൊണ്ട് ഒപ്പിട്ടിട്ട് കാര്യമില്ല. ഒപ്പൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ലേ? അങ്ങനെ ചെയ്യൊന്ന് ചെയ്ത് നോക്കും. ഒരു 10 ലക്ഷം റുപ്യൊക്കെ ഉണ്ടായിക്കും. ഏതായാലും ചെയ്യല്ലേ, ഇതിൻ്റെ പേരിൽ തന്നെ കൊടുത്തോ. അതിപ്പോൾ എന്താ ചെയ്യുക? ഈ ഇപ്പം എന്നോട് ചോദിച്ചെന്നാൽ പിന്നെ ചെക്കിൽ നമുക്ക് വേറെ ആളെ ചെക്ക് എടുത്തിട്ട് അതിൽ എന്ത് ചെയ്യുക, ഒപ്പിട്ടിട്ട് ബാങ്കിൽ കൊണ്ടുപോയിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റുമോ? എന്താ പറ്റായിക്കൊന്നുമില്ല, പറ്റും, അത്രേ ഉള്ളൂ. കള്ളക്കളി കളിക്കാറേ. അല്ല ഇത് ബില്ലിൻ്റെ മാത്രമല്ല, നോർമലി എല്ലായിടത്തും ഉള്ള എന്താണ് സാധനങ്ങളുണ്ടാവും. ഓക്കെ അല്ലേ? എന്തായാലും നല്ല ചോദ്യമായിട്ടുണ്ട്. ഇനി മേലെ ചോദിക്കരുത്. ഡ്രോവർ പിന്നെ ഏതാ? ഡ്രോയിങ് പറയും. ഡ്രോവർ ആരാ? ദ പേഴ്സൺ ഹൂ പ്രിപ്പയർ ദ ബിൽ ഈസ് നോൺ ആസ് ഡ്രോവർ. ഇൻ അവർ സ്റ്റോറി സഹോ ഈസ് ഡ്രോവർ. ഡ്രോവി ദ പേഴ്സൺ ഹൂ അക്സെപ്റ്റ് ഇറ്റ് ഇൻ അവർ സ്റ്റോറി ബ്രോ ഈസ്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തിയറി എവിടെ ഉണ്ട്? നമ്മുടെ പ്രിൻറ്റിൽ വരും. ഓക്കെ അല്ലേ? അപ്പോൾ എഴുതേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്ത് ചെയ്യുക, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ട്യൂട്ടോറിയൽ നോട്ടുകളാണ്, ഒന്ന് വായിച്ചു നോക്കാം. എന്തൊക്കെയാണ് വായിക്കുക. ബിൽ ഓഫ് എക്സ്ചേഞ്ച് മസ്റ്റ് ബി അക്സെപ്റ്റഡ് ബൈ ദ ഡ്രോവി. ഈ അക്സെപ്റ്റ് ചെയ്യുക എങ്ങനെയാണ്? സിഗ്നേച്ചർ ഇട്ടാലാണ് അക്സെപ്റ്റൻസ് ആവുക. എന്നിട്ട് അത് തിരിച്ച് ആർക്ക് കൊടുക്കണം? ഡ്രോവർക്ക് കൊടുക്കണം. അടുത്ത് പോയിന്റ് നമ്പർ 2. ദ എബോ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് റിസീവബിൾ ടു സഹോ. സഹോക്ക് ഇതെന്താണ്? സഹോക്ക് ഇത് ബിൽസ് റിസീവബിൾ ആണ്. ബ്രോക്ക് ഇതെന്താണ്? ബിൽസ് പേബിൾ ആണ്. ഇപ്പോൾ കിട്ടിയ ബില്ല് റിസീവബിളും ബിൽസ് പേബിളും എന്ന് പറഞ്ഞിട്ട് ബാലൻസ് ഷീറ്റിൽ കുറേ കാലമായില്ലേ കാണാൻ തുടങ്ങിയിട്ട്. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായ? ഓക്കെ ആണോ? ചില കുട്ടികൾ വിചാരിക്കും മറ്റേ ബില്ലില്ലേ, ഏത് ഇൻവോയ്സ്, അതുമായൊന്നും ബന്ധമല്ല, അത് വേറെ തന്നെ. ഇൻവോയ്സ് വേറെയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് ഉള്ളതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നീ കുറച്ച് സെക്യൂരിറ്റി ഉണ്ടാവും. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? പക്ഷെ രസം എന്താ വെച്ചാൽ ഇതെന്തല്ല, പ്രാക്ടിക്കലി അത്ര ഇല്ല. നിയമപരമായിട്ടൊക്കെ ഉണ്ട്. 1881 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട് പറഞ്ഞൊരു ആക്ട് ഉണ്ട്. ഇതാണ് 1881. പഠിക്കാണ്ട് ഞങ്ങളുടെ ഫൗണ്ടേഷനിൽ ഉണ്ടോന്നല്ലേ ലോയിൽ. ഇതിൻ്റെ പരിധിയിൽ വരുന്നതാണ് ചെക്ക്, പ്രോമിസറി നോട്ട്, പിന്നെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഒക്കെ. അപ്പം നിലവിലതുണ്ട്. പക്ഷേ ബാങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് ആരും പോവില്ല. കാരണം ഇന്ന് ചെക്കും മറ്റ് ഉപാധികളൊക്കെ ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യണം, അതാണ്. ഈ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്, LC എന്ന് പറയും. അടിപൊളി സാധനം, ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. ആ വാക്ക് തന്നെയാണ്. എന്താ വെച്ചാൽ ഗ്യാരണ്ടി കൊടുക്കാനാണ്. ഇപ്പോൾ ഗൾഫിലൊക്കെ നല്ലോണ്ട് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. 2 കമ്പനി, A ലിമിറ്റഡ്, B ലിമിറ്റഡ്. B ലിമിറ്റഡിന് A ലിമിറ്റഡിന് എന്ത് ചെയ്യണം, സാധനം പർച്ചേസ് ചെയ്യണം. ഓക്കെ അല്ലേ? കടത്തിന്. അപ്പോൾ A ലിമിറ്റഡ് B ലിമിറ്റഡിന് ക്രെഡിറ്റിന് സെയിൽ ചെയ്യണ്ടേ? ഇതിൻ്റെ ഇടയിൽ അപ്പോൾ Aക്ക് Bന് ട്രസ്റ്റ് ഉണ്ടാവില്ലല്ലോ. ആ ട്രസ്റ്റ് ഒഴിവാക്കാൻ, അത് ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ട് ബാങ്കിൻ്റെ ഒരു ഗ്യാരണ്ടി കൊടുക്കും ഒരു ബാങ്ക്. ഇപ്പോൾ അവിടുത്തെ ഏത് ബാങ്ക്, അബുദാബി നാഷണൽ ബാങ്ക് വിചാരിക്കാം, അല്ലെങ്കിൽ എമിറേറ്റ്സ് ബാങ്ക്, UAE. ആ എമിറേറ്റ്സ് ബാങ്ക് എന്തുണ്ടാവും, ഒരു ഗ്യാരണ്ടി കൊടുക്കും. ഓക്കെ അല്ലേ? അപ്പോൾ Aക്ക് Bക്ക് എന്ത് ചെയ്യാൻ, സാധനം കൊടുക്കാം. മനസ്സിലായ? ഇനി എന്താ ഇപ്പോൾ B പൈസ കൊടുത്തില്ലെങ്കിൽ ആര് കൊടുക്കും? ബാങ്ക് കൊടുക്കും എന്നാണ് ഗ്യാരണ്ടി. കൊടുക്കും. A കൊടുക്കും, B കൊടുക്കും. പക്ഷേ നല്ലൊരു എമൗണ്ട് ഇൻട്രസ്റ്റ് ആരിൽ നിന്ന് ആര് ചാർജ് ചെയ്യും? ബാങ്ക് Bന് ചാർജ് ചെയ്യും. ഓക്കെ അല്ലേ? ഇങ്ങനെയുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു സാധനം എന്ത്, LC എന്ന് പറയും, ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. ഓക്കെ അല്ലേ? ഇതേപോലെയുള്ള മറ്റൊരു സെക്യൂരിറ്റിയാണ് ഈ പരിപാടി, ബിൽ ഓഫ് എക്സ്ചേഞ്ച്. അപ്പോൾ അതേപോലെയുള്ള സംവിധാനങ്ങളൊക്കെ വന്നുകൊണ്ടാവാം ഇതെന്തല്ല, പ്രചാരത്തിലില്ല. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഡ്യൂ ഡേറ്റ് വരും. എന്നാ ഡ്യൂ ഡേറ്റ് വരാം? 4th ജൂലൈ, ജൂൺ 2019. ഓക്കെ അല്ലേ? എന്നായിരുന്നു ആ ബില്ല് ഡ്രോ ചെയ്ത് ഓർമ്മണ്ട? ഏപ്രിലാണ്. അപ്പോൾ മെയ്, പിന്നെ ഏതാ, ജൂൺ. ഏപ്രിൽ 1 അപ്പോൾ മെയ്, ജൂൺ 1 വേണ്ടത്. പക്ഷെ ഇത് ഏതാ ഡേറ്റ് നോക്കടേ. 4th ജൂണാ. ഏതാ? 4th ജൂൺ. മനസ്സിലായ? എന്ത് മനസ്സിലായി? ശരിക്കും 1 ജൂണല്ലേ വേണ്ടേ? 2 മാസം എന്ന് പറഞ്ഞാൽ ഒരു 3 ദിവസം കൂടെ എക്സ്ട്രാ എന്ത് ചെയ്യാം, ആഡ് ചെയ്യാൻ പറ്റും. അതിന് പറയുന്ന പേരാണ് ഡേയ്സ് ഓഫ് ഗ്രേസ്. എന്താ പറയുക? ഡേയ്സ് ഓഫ് ഗ്രേസ്.
പഠിച്ചാ എന്താ ഡേയ്സ് ഓഫ് ഗ്രേസ്, 3 ദിവസം. അപ്പോൾ 3 മാസം പറഞ്ഞാൽ 3 മാസം എടുക്കണം, ഒരു 3 ദിവസം എക്സ്ട്രാ എന്ത് ചെയ്യണം, ആഡ് ചെയ്യും ചെയ്യാം. ഓക്കെ അല്ലേ? പിന്നെ ഗുഡ് മോർണിംഗ് സഹോ എവിടെ എത്തി? ഗുഡ് മോർണിംഗ് പറഞ്ഞു. എന്നിട്ട് ആ ഡേറ്റിൽ പൈസ ഒക്കെ കൊടുത്ത് തിരിച്ചയാൾ എന്ത് ചെയ്യും, നന്ദി പറഞ്ഞു. ഓക്കെ, ഇതാണ് ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ വർക്കിംഗ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, കണ്ടില്ലേ? അപ്പൊ എന്താ ലാസ്റ്റ് ഡേറ്റ് കണ്ടില്ലേ? ആക്ച്വൽ ഡേറ്റ് എന്നാണ് 1 ജൂണാണ്. പക്ഷേ ഒരു 3 days ആഡ് ചെയ്യുക. എന്നിട്ട് എന്ന് വരും, 4th ജൂൺ വരും. അതിന് പറയുന്ന പേരെന്താണ്? ഡേയ്സ് ഓഫ് ഗ്രേസ്. ഇതാണ് നമുക്ക് ബില്ലിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. അപ്പോൾ ഇത് സമ്മപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ച്? 2 പാർട്ടി ഉണ്ട്. ആരൊക്കെ ഉണ്ട്? ഡ്രോവർ ഉണ്ട്, ഡ്രോവി ഉണ്ട്. ആരാണോ ബില്ല് ഉണ്ടാക്കുന്ന അയാളാണിത് ഡ്രോവർ. ബില്ല് സെൻഡ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്യുന്ന ആളാരാണിത്? ഡ്രോവി. ഡ്രോവർ ഉണ്ടാക്കുന്ന ഡ്രോവറെ എന്ന് പറഞ്ഞാൽ ആരാണ്? സെല്ലറാണ്. പർച്ചേസറായിരിക്കും ആരുണ്ടാവുക? ഡ്രോവി ആവുക. സാധാരണ 2 മാസം 3 മാസം ആ റേഞ്ചിലൊക്കെയാണ് എന്ത് ചെയ്യാറ്? ബില്ല് എഴുതാറ്. ഈ ബില്ല് ഡ്രോവർക്ക് ബില്ല് എന്താണ്? ഒരു അസറ്റാണ്. എന്താ പേര് പറയാം? ബിൽസ് റിസീവബിൾ. സെയിം ബില്ല് തന്നെ ആർക്ക് ലയബിലിറ്റി ആവും? ഡ്രോയിക്ക്. അപ്പോൾ എന്താ പറയുക? ബിൽസ് പേബിൾ എന്ന് പറയും. ഓക്കെ അല്ലേ? പിന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു സാധനം എന്താ? മെച്യൂരിറ്റി ഡേറ്റ്, ഡ്യൂ ഡേറ്റ് എന്നൊക്കെ പറയും. എന്താ? 2 മാസം വന്നാൽ, ഇപ്പോൾ ജാനുവരി ആണെങ്കിൽ പിടിച്ചോ, ഫെബ്രുവരി മാർച്ച് 1st അല്ലേ? 1st അല്ല ഇടുക, ഒരു 3 ദിവസം കൂടെ ആഡ് ചെയ്യും. അപ്പോൾ എത്ര ആവും? 4 ആവും. ഓക്കെ അല്ലേ? വേണ്ട, ജാനുവരി 10 ആണെങ്കിലും അപ്പോൾ ഒന്ന് പറഞ്ഞേ. ഫെബ്രുവരി 10 ആകുമ്പോൾ 1 മാസം, മാർച്ച് 10 ആകുമ്പോൾ 1 മാസം. പക്ഷെ മെച്യൂരിറ്റി ഡേറ്റ് മാർച്ച് 10 അല്ല, +3 മാർച്ച് ഏതാ? 13 വരും.